Ready? Ready? 1, 2, 3, start! So, hello guys, good morning. How are you guys doing? Welcome to another vlog. അപ്പോൾ ഇന്നത്തെ പരിപാടി സെയിം പരിപാടികളൊക്കെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇന്ന് ചിലപ്പോൾ ഞാനൊന്ന് എറണാകുളത്തോട്ട് പോകുന്നുണ്ട്. സോ ഒരു കൊച്ചി ഡ്രൈവ് ഉണ്ട്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ പഞ്ചില് ഞാൻ ഒരു ലോങ് പോവാണ്. അത് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതൊരു ലോങ് പോയിട്ടില്ല ഞാൻ എല്ലാ സിറ്റി ഓട്ടത്തിലേ പോയിട്ടുള്ളൂ. സോ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക്. സോ ഞാൻ ആ പരിപാടികളൊക്കെ ആയിരിക്കും കൂടുതൽ ഇന്നിപ്പോൾ വ്ളോഗ് ചെയ്യാൻ പോകും. പക്ഷെ ഇപ്പോൾ ഞാൻ നേരെ ഇവനെ ഒന്ന് സ്കൂളിലോട്ട് കൊണ്ടുവിടട്ടെ. ഇവനെ സ്കൂളിൽ കൊണ്ട് വിട്ടതിന് ശേഷം 1-2 ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്നിട്ട് ഒരു ഉച്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ എറണാകുളത്തോട്ട് തിരിക്കുമായിരിക്കും. സോ അങ്ങനത്തെ പരിപാടികളാണ്. അപ്പൊ എന്തായാലും ഇവന് നേരെ സ്കൂളിൽ കൊണ്ടുവിടട്ടെ. ബാച്ചു എവിടെ പോവാ? ബാച്ചു എവിടെ പോവാ? ഹായ് ഗൈസ് പറ. ഹായ്. How are you all? ഹൗവിന്റെ ആക്ഷൻ ആണ് കേട്ടോ അത്. ഹൗ And I wanted you guys to tell me how you guys doing. പക്ഷെ അതൊന്നും ആരും പറഞ്ഞില്ല. കമന്റിൽ ആരും ഒന്നും പറഞ്ഞില്ല. എന്നാരും മൈൻഡ് ചെയ്തില്ല. സോ എന്തായാലും tell me, let me know like how you guys doing എന്നൊക്കെയാണ്. what's happening with you all അങ്ങനെയൊക്കെ ഉള്ള കാര്യം നമുക്കിതൊരു കമ്മ്യൂണിക്കേറ്റീവ് പരിപാടിയാക്കാം. ഏത് നല്ല പരിപാടി ആയിരിക്കും അല്ലേ ബാച്ചോ? അല്ലേടാ? അപ്പൊ എന്തായാലും ഞാനിനി അവനെ സ്കൂളിൽ കൊണ്ട് വിടട്ടെ. അല്ലെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട് ഇന്ന്. അയ്യോ, ട്രിവാൻഡ്രത്ത് നല്ല ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്കതാണ് ഏറ്റവും വലിയ വിഷമം. ട്രിവാൻഡ്രത്ത് സുഖം എന്തായിരുന്നു, അധികം ബ്ലോക്ക് ഇല്ലാത്ത ആൾക്കാർ കുറവാണ്. അതൊക്കെയായിരുന്നു ട്രിവാൻഡ്രത്ത് ഒരു പ്രത്യേകത. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ട്രിവാൻഡ്രത്ത് വൻ ബ്ലോക്കാണ്. മടുത്തിരിക്കണോ? ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്ന് അമ്മയായിട്ടൊന്ന് പുറത്തോട്ട് പോകണം. നേരെ പോയി അമ്മയെ പിക്ക് ചെയ്തിട്ട് നമുക്ക് 1-2 സ്ഥലങ്ങളിൽ പോവാം. അതിൻ്റെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ എനിക്ക് 1-2 ഷർട്ടും കൂടെ എടുക്കണം. എന്നിട്ട് നമുക്ക് അമ്മയെ വിളിച്ചിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ എന്താ അമ്മയെ കയറ്റിയിട്ടുണ്ട്. അമ്മയും കൂടെ കയറി. ഇനി പ്രസന്നത കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ചിരിക്കുകയാണോ അമ്മ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1-2 പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷർട്ട് എടുക്കാൻ പോകണം. അപ്പം മിക്കവാറും ഷർട്ട് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് വെച്ച് കാണാം. സോ അമ്മ എന്തെങ്കിലും പറയണ്ടോ അമ്മ? ചുമ്മാ എന്തെങ്കിലും പറ. ഞാനിപ്പോൾ വാദോരാതെ സംസാരിക്കണില്ല. അതുപോലെ അമ്മ ജോലി നീ ചെയ്യണം. എനിക്ക് വാദോരാതെ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ പറ. ചോദിച്ചാ പറയാം. എല്ലാവർക്കും സുഖാണോ? അമ്മയെ വെച്ചാണോ എനിക്ക് കുറെ മാർക്കറ്റ് ചെയ്യാൻ? എന്താ അമ്മ? നടി ശ്രീലക്ഷ്മിയുടെ മകന് സംഭവിച്ചത് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അടി. അപ്പൊ അമ്മ ഇടയ്ക്കൊരു ഗുരു സിനിമയിലെ പാട്ടില്ലേ, അതൊരു ഒരാളെടുത്തിട്ട് റീലിട്ടത് ഓർമ്മയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അമ്മേനെ കൊളാബൊക്കെ ചെയ്തിരുന്നു. വൈശാഖ് മുരളി. ഷൗട്ട് ഔട്ട് ടു വൈശാഖ് മുരളി. അപ്പോൾ വൈശാഖ് ആക്ച്വലി കഴിഞ്ഞ വ്ളോഗിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പഴയ സിനിമകളിലെ അല്ലെങ്കിൽ ഷൂട്ട് ലൊക്കേഷനിലെ ഏതെങ്കിലും നല്ല ഓർമ്മകളോ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലെ നല്ല ഓർമ്മകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മകള് നല്ല ഓർമ്മകൾ ഉണ്ടോന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പഴയ പണ്ട് വർക്ക് ചെയ്ത പടങ്ങളിലെ പടങ്ങളാണ് ഏറ്റവും നല്ല ഓർമ്മകൾ. അല്ല, എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ അന്ന് വർക്ക് ചെയ്ത പടങ്ങളെല്ലാം അന്നത്തെ മുൻനിരയിൽ ഉള്ള സംവിധായകരുടെ പടങ്ങളും അന്നും ഇന്നും മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ നായകന്മാരുടെ കൂടെയും ഓരോ പടവും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഭാഗ്യം. ഞാൻ വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാ നായകന്മാരുടെ കൂടെയും നായികയായിട്ട് അഭിനയിച്ചു. അതാണ് ഏറ്റവും വലിയൊരു കിട്ടിയൊരു ഭാഗ്യം. അതെല്ലാവർക്കും കിട്ടിക്കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നുണ്ടായിരുന്ന മുരളീചേട്ടൻ്റെ കൂടെ 2 പടം, മമ്മൂക്ക, ലാലേട്ടൻ, ജയറാമേട്ടൻ, സുരേഷ് ഗോപി, പിന്നെ മുകേഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരുടെ കൂടെയും ഓരോ പടം ചെയ്തു. ഓരോ പടമാണെങ്കിലും ചെയ്തു. അമ്മയുടെ ബ്രേക്കിന് മുന്നേ
അതായത് അമ്മ ഇടയ്ക്ക് കല്യാണം കഴിച്ചതിന് ശേഷം ഒരു 10-14 വർഷം അമ്മ ബ്രേക്ക് ഉണ്ടായിരുന്നു സിനിമയിൽ. ബ്രേക്കിന് മുന്നേ അമ്മ ആ സമയത്ത് ആകെ 7 പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല 7 പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ 7 പടങ്ങളിൽ അമ്മ എല്ലാവരുമായിട്ട് അഭിനയിച്ചു. ഷി വാസ് സോ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ആക്ച്വലി ഗെറ്റ് ദ ചാൻസ് വിത്ത് ഓൾ ദോസ് പീപ്പിൾ. അത് എല്ലാവരുടെ നായികയായിട്ടാണ് അഭിനയിച്ചത്. അങ്ങനെ ഒരു ഭാഗ്യം എല്ലാ നായികമാർക്കും കിട്ടിക്കാണാൻ ചാൻസ് ഇല്ല. അതെ അതെ. അത് ഞാൻ പറയുന്നത് 29 വർഷം 30 വർഷം മുമ്പത്തെ കാര്യമാണ്. ഞാൻ ജനിക്കണതിന് മുന്നേ. ഒരു ഭാഗ്യം കൂടി ഉണ്ടായത് ലോഹി സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണ് ഭൂതക്കണ്ണാടി. ഭൂതക്കണ്ണാടിയിൽ സരോജിനി എന്ന് പറയുന്ന പുള്ളുവത്തി സ്ത്രീയുടെ കഥാപാത്രം, അന്നൊക്കെ സത്യം പറഞ്ഞാൽ അന്നത്തെ പടങ്ങൾക്ക് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള പടങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല, വളരെ റെയറായിട്ടേ അങ്ങനെ വരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു നായികയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. മലയാളത്തിൽ കുറവാണ്. മലയാളത്തിൽ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കും അതുപോലെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു അന്നത്തെ കഥാകൃത്തുകൾ എഴുതിക്കൊണ്ടിരുന്നത്. അത് ഒരു വലിയ പോയിന്റാണ്. അന്നൊരു സംസ്ഥാന അവാർഡും കിട്ടി ഭൂതക്കണ്ണാടിക്ക്. ലോഹി സാറിന്റെ ആദ്യത്തെ പടത്തിൽ അമ്മയ്ക്ക് ഒരു സംസ്ഥാന അവാർഡും കിട്ടി. ലോഹി സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടം അതില്. പക്ഷെ ഇപ്പോഴും 30 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പലയിടത്തും പോകുമ്പോൾ നിങ്ങൾ ആ ഭൂതക്കണ്ണാടിയിൽ അഭിനയിച്ചവരല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭൂതക്കണ്ണാടിയിലെ സരോജിനി അല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്റെ സ്കൂൾ ഗ്രൂപ്പിൽ എന്നെ വിളിക്കുന്നത് എന്നെ സരോജിനി എന്നാണ് ഇപ്പോഴും. അമ്മയ്ക്ക് അന്ന് ലോഹി സാറ് അമ്മയ്ക്ക് ഒരു ടൈറ്റിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ലോഹി സാറ് ടൈറ്റിൽ അല്ല, ലോഹി സാറ് ഫിലിം ഫെയറിലും അന്ന് ഫിലിം ഫെയർ മാഗസിനാണ് അവർക്ക്. ഫിലിം ഫെയർ അല്ലേ? എനിക്കറിയില്ല. ഫിലിം ഫെയർ മാഗസിൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മാഗസിൻസ് ഇല്ലാത്ത. അന്ന് നാന, വെള്ളി നക്ഷത്രം, ഫിലിം ഫെയറിലൊക്കെ എന്തെങ്കിലും ഇന്റർവ്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കാര്യമുള്ള. എൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ സമയത്ത്. അല്ലാതെ ലോഹി സാർ എന്നെ പറ്റി പറഞ്ഞ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഫിലിം ഫെയറിൽ കൊടുത്തത്. മലയാള സിനിമയിലെ സ്മിത പാട്ടീൽ എന്ന്. സ്മിത പാട്ടീൽ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു നടിയാണ്. അവരിപ്പോൾ ഇല്ല. പക്ഷെ അന്നത്തെ കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആരാധനാപാത്രമായിരുന്നു സ്മിത പാട്ടീൽ. അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ഒരുപാട് ഹിന്ദി മൂവീസ് അന്ന് കാണുമായിരുന്നു. അപ്പോൾ പക്ഷെ അവരേറ്റവും ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. അവരെയൊന്നും നമുക്ക് എന്താ പറയുക, വർണ്ണിക്കാനായിട്ട് നമുക്ക് വാക്കുകളില്ല. അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ്. മലയാള സിനിമയിലെ സ്മിത പാട്ടീൽ എന്ന് ലോഹി സാറ് പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര വല്ലാത്തൊരു അംഗീകാരമായിരുന്നു. അതെന്നും എനിക്ക് 30 വർഷം കഴിഞ്ഞെങ്കിലും അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഗുരു, പിന്നെ അഭിനയിച്ച ലാലേട്ടൻ്റെ കൂടെ വളരെ ചെറിയൊരു കഥാപാത്രം. ലാലേട്ടൻ്റെ മുറപ്പെണ്ണായിട്ട് സീതാലക്ഷ്മി എന്ന് വരുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ ആദ്യത്തെ ഒരു സിനിമ തുടങ്ങി 10 മിനിറ്റിൽ തന്നെ എൻ്റെ കഥാപാത്രം മരിച്ചു പോകും. പിന്നെ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ ഈ ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ വീട്ടുകാരെല്ലാവരും മരിച്ചു പോകുന്നു ബോംബ് ബ്ലാസ്റ്റിൽ. അന്ന് വന്ന ഗുരു എന്ന് പറയുന്ന സിനിമ. അപ്പം അതിൽ ഞാനും മരിച്ചു പോകുന്നു. അപ്പം എനിക്കൊരു നല്ലൊരു ഇളയരാജ സാറ് സംഗീതം ചെയ്ത ഒരു നല്ലൊരു പാട്ടുണ്ട്. ഇപ്പോഴും എല്ലാവർക്കും അറിയാം. അത് സുജാ ചേച്ചിയാണ് പാടിയത്. മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ, പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ. ആ പാട്ട് അതിപ്പോഴും ഹിറ്റാണ്. അത് ആ സിനിമയിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ആ പാട്ടാണ്. ആ പാട്ടും ലാലേട്ടൻ്റെ കൂടെ ഉള്ള കുറച്ച് സീന് ആയിട്ടില്ല, സോങ്ങിൻ്റെ ഇടയ്ക്കും പിന്നെ അല്ലാതെ ഒരു സീനും. അങ്ങനെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷന് പോയ പടമാണ് ഗുരു. അത് ഒരു ഭാഗ്യം. മാട്ടുപ്പെട്ടി വച്ചാണ് അമ്മ ബ്രേക്കിന് മുന്നേ അവസാനം അഭിനയിച്ച പടം. സൂപ്പർ ഹിറ്റ് പടമായിരുന്നു അത് അല്ലേ? അപ്പൊ അത് ഭയങ്കര രസമുള്ള, അതായത് കമേഴ്ഷ്യലി ഹിറ്റാണത്. അപ്പൊ അയ്യോ ഭയങ്കര രസമുള്ള പടമാണ്. ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാര് ഭൂതക്കണ്ണാടി അല്ല ഓർക്കുന്നു. എല്ലാവരും മാട്ടുപ്പെട്ടി മച്ചാനിൽ മുകേഷിന്റെ പേരായിട്ട് വന്ന എന്റെ അടുത്ത് എല്ലാവരും അങ്ങനെയാ ചോദിക്കാറ്. ഭൂതക്കണ്ണാടി എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം സിനിമ അത്രത്തോളം അല്ലെങ്കിൽ അത്രത്തോളം ആഗ്രഹിച്ച് കാണുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഭൂതക്കണ്ണാടി എന്റെ പ്രായത്തിലുള്ളവർക്ക് പെട്ടെന്ന് കത്തുള്ളൂ.
പക്ഷെ എന്റെ പ്രായത്തിലുള്ളവർ കൂടുതലും മറ്റേ കോമഡി പടങ്ങളും കൂടുതൽ കാണുന്നത് കൊണ്ട് അവർക്കൊക്കെ മാട്ടുപ്പെട്ടി മച്ചാനാണ് ഏറ്റവും വലിയ മാട്ടുപ്പെട്ടി മച്ചാൻ അടിപൊളി പടം എന്നുള്ളതാണ് എല്ലാരും പറയണത്. എന്റെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എന്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് പൊരുത്തമാണ്. കലാധരൻ സാർ സംവിധാനം ചെയ്ത, കൽച്ചേട്ടൻ ആദ്യമായിട്ടല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് കൽച്ചേട്ടൻ സംവിധാനം ചെയ്ത പടം പൊരുത്തമാണ്. അപ്പൊ പലരും ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ പടം ഭൂതക്കണ്ണാടി അല്ലേ എന്നാണ്. പക്ഷെ ഭൂതക്കണ്ണാടി അല്ല. പൊരുത്തം കഴിഞ്ഞിട്ട് ഞാനൊരു 3 വർഷം സിനിമയൊന്നും ചെയ്തിരുന്നില്ല. അതിനുശേഷം ചെയ്ത പടമാണ് ഭൂതക്കണ്ണാടി. അപ്പോൾ അവിടെയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത്. പക്ഷെ പൊരുത്തത്തിലെ കഥാപാത്രവും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, വളരെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു അത്. മുരളിയേട്ടനായിരുന്നു നായകൻ. മുരളിയേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഫസ്റ്റ് പടം തന്നെ. അത് പലർക്കും അറിയില്ല. പിന്നെ ഇടയ്ക്ക് വേറൊരു പടം കൂടെ, അതും പലരും അറിഞ്ഞിട്ടില്ല. ജയരാജ് സാറിന്റെ ഒരു പടം താലോലം എന്ന് പറഞ്ഞിട്ട് ഞാനും മുരളിയേട്ടനും കൂടെ അഭിനയിച്ചൊരു പടമുണ്ട്. അതും പലരും നോട്ട് ചെയ്യാതെ പോയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ വളരെ നല്ല പടമാണ്, സൂപ്പർ പടമാണ്. ഭരത് ഗോപി സാറ് അന്ന് അവസാനം അഭിനയിച്ച പടമാണത്. ഗോപി സാറ്, പിന്നെ സുരേഷ് ഏട്ടനുണ്ട്. അങ്ങനെ അത് നല്ല പടമാണ്. അതുകൊണ്ട് ഒരു ഗുണം ഞാൻ പറഞ്ഞതാണ്, എല്ലാ നല്ല സംവിധായകരും. ജോസ് തോമസ് ആയിരുന്നു നമ്മുടെ ജോസേട്ടനായിരുന്നു മാട്ടുപ്പെട്ടി മച്ചാൻ സംവിധാനം. ദി കാർ എന്ന് പറഞ്ഞിട്ട് പടം ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തത്. അത് രാജസേനൻ സാർ അന്ന് എന്താ പറയാ, ഹിറ്റ് പടങ്ങളുടെ രാജാവായിരുന്നു ആ സമയത്ത്. അങ്ങനെ എല്ലാം നല്ല സംവിധായകരും നല്ല കോ ആർട്ടിസ്റ്റുകളും ആയിരുന്നു. ഒരു സസ്പെൻസ് ഉണ്ട്, അത് സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അതിപ്പോ പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനെ അമ്മ ഇടയ്ക്ക് പറയില്ലായിരുന്നു, ലോറി സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കുറെ ഈ ക്ലാസ് അമ്മയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അതൊരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോഹി സാറ് സംവിധായകൻ എന്നതിലുപരി അദ്ദേഹം ഒരു നല്ല അഭിനേതാവാണ്. അതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മള് ഇപ്പം ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ആണെങ്കിലും പുരുഷ കഥാപാത്രത്തിനും, പിന്നെ മമ്മൂക്കയ്ക്ക് അഭിനയിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തരും ഓരോ സീനും നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്തൊരു പുള്ളുവത്തി സ്ത്രീയുടെ കഥാപാത്രമാണ് ചെയ്തത്. അപ്പം പുള്ളുവത്തി സ്ത്രീ, അവരുടെ മാനറിസം അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്ന, അവർ വീട്ടിലെ കാര്യങ്ങൾ, അതൊന്നും നമുക്കറിയില്ല. പിന്നെ മാത്രമല്ല, എനിക്കന്ന് 20 വയസ്സ്, 20 വയസ്സേ ഉള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ. കൊച്ചായിട്ട് അഭിനയിച്ച കുട്ടി അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. 15 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അതിനകത്ത്. അപ്പോൾ ഇവര് ഭൂതക്കണ്ണാടിയിൽ ആക്ച്വലി ഞാൻ ചെന്ന് വിട്ടതാണ്. അവര് കുറേ 3-4 വേറെ ആക്ട്രസ്മാരെയൊക്കെ വച്ചിട്ട് പരീക്ഷിച്ച് സാറിനൊട്ടും തൃപ്തി വരാതെ വീണ്ടും നായികയെ ഹണ്ട് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് എന്നെ. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ നോട്ട് ചെയ്യാനുള്ളൊരു കാര്യം, ഞാൻ ഈ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നില്ല. ആ 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു ഹിറ്റ് സീരിയലുണ്ട്. അത് എൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള കാലഘട്ടങ്ങളിലുള്ള എല്ലാവർക്കും അതറിയാം. അതും ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട്. മരണം ദുർബലം എന്ന് പറഞ്ഞിട്ട് കെ സുരേന്ദ്രൻ്റെ ഒരു നോവല് എടുത്തിട്ട് ശ്യാം പ്രസാദ് സാറ് സംവിധാനം ചെയ്ത്, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ പരമ്പരകളൊന്നും തുടങ്ങിയിട്ടില്ല. അന്ന് ദൂരദർശനിൽ മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു പരമ്പരയാണ്. 13 എപ്പിസോഡേ ഉള്ളൂ. ആഴ്ചയിൽ 1 എപ്പിസോഡ് വെച്ചേ വരുള്ളൂ. ഇന്നത്തെ പോലെ ആഴ്ചയിൽ 1 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം ഇല്ല. അന്ന് ദൂരദർശനിൽ വരുന്നതെല്ലാം അങ്ങനെയാണ്. ആഴ്ചയിൽ 1 ദിവസം 13 എപ്പിസോഡാണ് മാക്സിമം. അങ്ങനെ വന്ന ഒരു സീരിയലായിരുന്നു മരണം ദുർബലം. ആ മരണം ദുർബലം ആ വർഷത്തെ സംസ്ഥാന അവാർഡും എനിക്കായിരുന്നു, നല്ല അഭിനേത്രിക്കുള്ള. മരണം ദുർബലത്തിൻ്റെ എപ്പിസോഡുകൾ കണ്ടിട്ടാണ് ലോഹി സാറ്
എന്നെ അതിലേക്ക് ചോദിച്ചപ്പോൾ ആക്ച്വലി അന്വേഷിച്ച് വന്നപ്പോൾ ആക്ച്വലി അതിൻ്റെ പ്രൊഡ്യൂസർ കിരീട ഉണ്ണിച്ചേട്ടനായിരുന്നു. അപ്പോൾ ഉണ്ണിച്ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഫാർ റിലേറ്റീവ്സ് ആണ്. അതിനെക്കാട്ടിലും എൻ്റെ ബ്രദറിൻ്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഉണ്ണിച്ചേട്ടനൊക്കെ. അപ്പം അങ്ങനെ ഉണ്ണിച്ചേട്ടനോട് ചോദിച്ചപ്പോൾ എനിക്കറിയാം ഇത് ഇന്ന ആളുടെ സിസ്റ്ററാണ്, എനിക്കറിയാം, നമുക്ക് അറിയുന്ന ഫാമിലിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു രാത്രിയോ മറ്റെയാണ്, വൈകുന്നേരമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ ഒരു പടമുണ്ട്, ലോഹി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ്, മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറഞ്ഞു. അത്ര ഞാൻ കേട്ടുള്ളൂ. എൻ്റെ ക്യാരക്ടറിന് എന്താന്ന് പോലും ഞാൻ ചോദിച്ചില്ല, നായികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, എന്നാൽ ഇപ്പം തന്നെ കയറിക്കാന്നു. പിന്നെ നമുക്ക് ഇതില്ല, ട്രെയിനേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് പോകും. പക്ഷെ ട്രെയിൻ കിട്ടിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ ബ്രദറും അമ്മയും കൂടെ ഞങ്ങൾ വണ്ടി ഓട്ടിച്ച് ഷൊർണൂർ വരെ പോയി. അങ്ങനെ അതാണ് എൻ്റെ ഓർമ്മ. അപ്പം തന്നെ തിരിച്ചു, രാത്രി തന്നെ, വൈകുന്നേരം തന്നെ തിരിച്ചു. രാത്രി എത്തി. അടുത്ത ദിവസം രാവിലെ എനിക്ക് എൻ്റെ കോസ്റ്റ്യൂം മറ്റേ ടെസ്റ്റും മേക്കപ്പ് ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പം ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമിലൊക്കെ ചെന്ന് നിന്നപ്പോൾ ലോഹി സാർ ഇങ്ങനെ കംപ്ലീറ്റ് നോക്കിയിട്ട് ഇതാണ് എൻ്റെ സരോജിനി, ചന്ദ്രികാ സോപ്പിൻ്റെ മണമുള്ള എൻ്റെ സരോജിനി, ഇതാണ് എനിക്ക് വേണ്ടത്, നമ്മൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഈ 15 കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, ഇങ്ങനെ പുള്ളുവത്തിയുടെ ക്യാരക്ടറാണെന്നും 15 വയസ്സുള്ള കൊച്ചിൻ്റെ അമ്മയാണെന്നും ഒക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും സാരമില്ല, തനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ താൻ അഭിനയിച്ചിരിക്കും. ആ ഒരൊറ്റ കോൺഫിഡൻസിലാണ് അന്ന് ആ പടം ചെയ്തത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ എല്ലാം പറഞ്ഞു തരും സാറ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയും, ശരിക്കും ഒരു പുള്ളോത്തി സ്ത്രീ അവരുടെ ഒരു കുടിലിൽ തന്നെയാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്, എൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി അവിടെ തന്നെ ഉണ്ട്. അവർ ഈ മറ്റേ പുള്ളുവൻ പാട്ടിനൊക്കെ പോകുന്ന ചേച്ചിയാണ്. അവരാണ് ശരിക്കും ഈ പുള്ളുവൻ ഈ ഇൻസ്ട്രുമെൻ്റ് പിടിക്കാനും ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു തന്നതൊക്കെ അവരാണ്. അപ്പോൾ സാറ് പറയും അവിടെ പോയിരുന്ന് അവരോട് ചോദിച്ച് പഠിക്കൂ, അവർ നടക്കുന്നത് നിൽക്കുന്നതൊക്കെ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ പറയണത് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ നമ്മൾ അബ്സോർബ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളത് ഞാൻ സാറിൽ നിന്നാണ് പഠിച്ചത്. അങ്ങനെ അതൊരു പാഠം. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല, എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ്. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ രണ്ടാം വരവില് ഞാൻ ചെയ്ത ഏറ്റവും നല്ല കഥാപാത്രം സിബി മലയിൽ സാറ് സംവിധാനം ചെയ്ത കൊത്ത് എന്ന് പറയുന്ന സിനിമയില് ആസിഫിന്റെ കൂടെ ഒരു ക്യാരക്ടർ. ഭയങ്കര നല്ല പടമാണ്. പക്ഷെ അത് അധികം ആരും കണ്ടിട്ടില്ല, കമേഴ്ഷ്യലി അങ്ങനെ സക്സസ് അല്ല, ഇച്ചിരി പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. പക്ഷെ ഞാൻ ഭൂതക്കണ്ണാടി അന്നത്തെ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാം വരവില് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ആസ്വദിച്ച് ചെയ്ത ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കൊത്തിലെ കഥാപാത്രം മാത്രമാണ്. പിന്നെ കുറേ പടങ്ങൾ ചെയ്തു. ഈ സെക്കൻഡ് വരവിൽ കുറേ പടങ്ങൾ ചെയ്തു, എണ്ണത്തിൽ ഒരുപാടുണ്ട്. പിന്നെ ജയന്റെ കൂടെ ചെയ്ത വെള്ളം എന്ന് പറയുന്ന അതിനകത്തൊരു ജയന്റെ അമ്മയായിട്ട് ചെയ്ത് അത് നല്ല ക്യാരക്ടറാണ്. വടക്കൻ സെൽഫി എന്റെ തിരിച്ചു വരവിലെ ഫസ്റ്റ് പടം, നിവിന്റെ അമ്മയുടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അത് ഞാനൊരു 14-15 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്ന് അതിലെ ഡയലോഗൊക്കെ അമ്മ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും നേരിട്ട് പറയാറുണ്ട്, എന്നാണോ എന്റെ മോൻ ഇങ്ങനെയൊക്കെ. വടക്കൻ സെൽഫി. പക്ഷെ ഇപ്പത്തെ ജനറേഷൻ പിള്ളേർക്ക് വടക്കൻ സെൽഫിയിൽ നിവിന്റെ അമ്മ എന്നുള്ളതാണ്. പക്ഷെ പഴയ ആൾക്കാർ ഇപ്പോഴും നിങ്ങൾ ഭൂതക്കണ്ണാടിയുടെ ആളല്ലേ. ഇന്നത്തേക്കുള്ള കണ്ടന്റായി അപ്പൊ ഞങ്ങളിതാ ഒരു കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളൊന്ന് കേറട്ടെ, എന്നിട്ട് നോക്കിയിട്ട് ബാക്കി. ഓക്കെ, ബൈ. അപ്പൊ ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അതിന്റെ അറിയാം ഞാൻ വ്ളോഗ് തുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പുതിയ വ്ളോഗൊക്കെ തുടങ്ങി, ഇതിന്റെ 3ാമത്തെ വ്ളോഗാണ്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. മേരാ മാതാജി എനിക്ക് കുറച്ച്
ഫുഡ് ഉണ്ടാക്കി തരികയാണ്. സോ അത് കഴിച്ചിട്ട് ഞാൻ നേരെ തിരിയും ഓഫ് ടു കൊച്ചി. അതായത് ഇവിടെ കുറച്ച് മുട്ടയും പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പം, മുട്ടയുണ്ട്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, പിന്നെ ഞാനുമുണ്ട്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. കഴിച്ചിട്ട് വണ്ടിക്ക് കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് റെഡി ആവാം. അപ്പോൾ ഞാൻ 3 അപ്പം പോയി, കുറച്ച് കൂടിപ്പോയി, 2 മതിയായിരുന്നു. വെച്ച് എന്നാലും ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോവല്ലേ ആശാന. അപ്പം ബാക്കി നോക്കണം, കണ്ടു കളി. അപ്പോൾ ബാക്കി ഓൺ ദ വേ. ഓയ് മണി, ഞാൻ പോത്തെ. ബൈ, ഐ ലവ് യു. എന്ത് ഇത്ര പ്രസന്നത? എന്ത് കുറച്ച് പ്രസന്നത കുറക്കി. ആ ഓക്കെ, ബൈ. ഞാൻ പോവാണ്. ബൈ ബൈ. അപ്പം say home. I love you. ഓക്കെ, സലാം ഗൈസ്. അപ്പം ഞാൻ വണ്ടി കയറിയിട്ട് കാണാം. ടാറ്റാ. അപ്പോൾ ഞങ്ങൾ മിസ്റ്റർ അനോണിമസ് ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട് മിസ്റ്റർ അനോണിമസിനെ പൊക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് ചാർജ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചാർജ് ചെയ്തിട്ട് ഓൺ ദ വേ. സോ ഒന്ന് പോയി എവിടെയെങ്കിലും ഒന്ന് ചായ കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇത് ചാർജായി തീരും. ചാർജായിട്ട് നമുക്ക് തിരിക്കാം. മിസ്റ്റർ അനോണിമസ്, ഒരു ഹായ് പറയൂ. കട്ട് ലൈൻ കട്ട്. ശരി, അപ്പോൾ ചായ കുടിച്ചിട്ട് രസമുണ്ടതൊക്കെ. നല്ല ചായ. അങ്ങനെ കൊതി കൂടിയിട്ട് ഒരു പൊറോട്ടയും കൂടെ പറഞ്ഞിരിക്കുകയാണ് മിസ്റ്റർ അനോണിമസ്. അപ്പം ഞാൻ അതിൽ നിന്ന് പകുതി എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്ലേക്കി നല്ല ചൂട് പൊറോട്ടയാണ്, പക്ഷേ ഉപ്പില്ല. ഭയങ്കര കഷ്ടം. ഉപ്പില്ലാതെ പൊറോട്ട കഴിച്ചിട്ടുണ്ട്. സാഡ്. ഉപ്പില്ല കേസ്. അതൊന്നും ഞാൻ എടുത്തില്ല. ഇതൊക്കെ എൻ്റെ തോന്നിയ അവസ്ഥ. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കൊച്ചിയിലോട്ട് വരുന്നത്. ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത്. പക്ഷേ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പറ്റിയ. അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു പുതിയ കഥാപാത്രത്തിനെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവനും ഇടയ്ക്കിടയ്ക്ക്, അവൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവനെ വ്ളോഗിൽ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത 2-3 ദിവസത്തെ വ്ളോഗ് ഇവിടെ തന്നെ ആയിരിക്കും, കൊച്ചി തന്നെ ആയിരിക്കും. സോ അതിനകത്ത് എന്തായാലും അവൻ കാണും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവനെ നമ്മൾ പരിചയപ്പെടുത്താം. പുതിയ കഥാപാത്രം, നമ്മുടെ വ്ളോഗിൽ പുതിയ കഥാപാത്രം വന്നിട്ടുണ്ട്. ഞങ്ങളത് അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ ചിരി. ദിസ് ഇസ് റോഹൻ ഭായ്, കൊച്ചിയുടെ കിങ്. ഹായ് റോഹൻ ബൈ, വെൽക്കം ടു ദ വ്ളോഗ്. ഹായ്, ഹൗ ഡു യു ഡു? നീ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, ഹൗ ഡു യു ഡു? ഹായ് ഗൈസ്, ഹൗ ഡു യു ഡു? ഇന്ന് വണ്ടി പറക്കിട്ട് വരൂ. അതൊന്നും നമുക്ക് വ്ളോഗിൽ ഇടാൻ പറ്റില്ല. തെറിവിളിയൊന്നും പറ്റില്ല. അതെന്തായാലും ഇടും. അപ്പോ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ ഇനിയും അടുത്ത 2 ദിവസത്തേക്ക് കാണുന്നതായിരിക്കും. അല്ല, അടുത്ത 2 വ്ളോഗിൽ കാണുന്നതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? കൊച്ചി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ ഇറക്കും. അല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.